ഇന്ന് എൻ്റെ അമ്മയുടെ പിറന്നാളാണ്. അമ്പലത്തിൽ പോകാനുള്ളതുകൊണ്ട് രാവിലെ വളരെ നേരത്തെ ഞങ്ങൾ എണീറ്റു. 6 മണിയാകുമ്പോഴത്തേക്കും എന്നും പാല് വന്നിട്ടുണ്ടാവും കേട്ടോ. ജാനുവരത്തിയുടെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് പാല് കൊണ്ടുവന്ന് തരുന്നത്. അമ്മയൊക്കെ എണീക്ക് മുമ്പ് തന്നെ പാൽ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. പാലൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കുളിച്ച് ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. ആദ്യം അയ്യപ്പൻകാവിലൊക്കെ പോയി തൊഴുതു. പിന്നെ ഞങ്ങൾ പോയത് ഈശ്വരമംഗലം ശിവമഹാഗണപതി ക്ഷേത്രത്തിലേക്കാണ്. പാലക്കാട് ജില്ലയിൽ ശ്രീകൃഷ്ണപുരത്താണ് വളരെ പ്രസിദ്ധമായ ഈ ക്ഷേത്രം. അപ്പം വഴിപാടാണ് കേട്ടോ ഇവിടുത്തെ പ്രസിദ്ധമായൊരു വഴിപാട്. അപ്പോൾ മഹാഗണപതിക്കാണ് ഇവിടെ അപ്പം വഴിപാടായി നടത്തുന്നത്. പ്രധാന മൂർത്തി മഹാദേവനാണെങ്കിലും ക്ഷേത്രം അറിയപ്പെടുന്നത് ശിവമഹാഗണപതി ക്ഷേത്രം എന്നാണ്. മഹാഗണപതിക്കാണ് അപ്പം വഴിപാട്. അത് വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ അവിടെയൊക്കെ തൊഴുതു. അപ്പോൾ ഞങ്ങൾ അപ്പം വഴിപാട് നേർന്നിരുന്നു. ഒരു 9 മണിയാകുമ്പോൾ പ്രസാദം കിട്ടുമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. ആ സമയത്താണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ. ഇതിനു മുമ്പ് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ വീഡിയോ വിശദമായിട്ട് ലോങ് വീഡിയോ ആയിട്ട് തന്നെ നമ്മുടെ ചാനലിലുണ്ട്. ഇന്ന് 30 വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അവിടെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്കുള്ള ഭക്ഷണവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അമ്പലത്തിൽ നിന്ന് തന്നെയാണ് കഴിച്ചത്. പിന്നെ ഇന്ന് അവിടെ ചതുശതം ഉണ്ട്. ചതുശതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇടിച്ചു പിഴിഞ്ഞ പായസം, അതിനൊരു കണക്കൊക്കെ ഉണ്ട്. ആ കണക്ക് പ്രകാരമൊക്കെ ഇന്ന് വഴിപാടുണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ പ്രസാദം 9 മണിക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ചതുശതത്തിൻ്റെ പായസമാണ് ഈ 2 ചേച്ചിമാർ ഇവിടെ ഏറ്റിയും കൊണ്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു 9 മണിയാകുമ്പോഴത്തേക്കും കൗണ്ടറിൽ പോയാൽ മതി കിട്ടുമെന്ന്. ചതുശതത്തിൻ്റെ ബോർഡൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പായസം ഷീട്ടാക്കി. ഇവിടെ നാമജപവും പാരായണവും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. തൊഴുത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ വച്ചു പിടിച്ചത് അഗ്രശാലയിലേക്കായിരുന്നു കേട്ടോ. അവിടെ പ്രഭാത ഭക്ഷണം ഉണ്ടായിരുന്നു. ഉപ്പുമാവും ചുക്ക് കാപ്പിയും പിന്നെ ഒറ്റയപ്പം പ്രസാദമായിട്ടും കിട്ടി. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ നേരെ പ്രസാദം കൗണ്ടറിലേക്ക് പോയി. അപ്പോഴത്തേക്ക് അവിടെ പ്രസാദ വിതരണം തുടങ്ങിയിരുന്നു. ഇവിടെയാണ് അപ്പവും പായസവും ഒക്കെ നമുക്ക് കിട്ടുന്നത്. ഇതാണ് ചതുശതത്തിൻ്റെ പായസം. ഞങ്ങൾ പാത്രമൊന്നും കൊണ്ടുപോകാത്തതുകൊണ്ട് അവരവിടെ നിന്നൊരു ബോട്ടിലാക്കി തന്നു. ഈ ബോട്ടിലിന് പക്ഷേ അവർ പൈസ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. 20 രൂപയാണ് ബോട്ടിലിൻ്റെ വില. പിന്നെ അപ്പം വഴിപാടുണ്ടായിരുന്നു, അതും വാങ്ങി. ഈ അപ്പം വഴിപാടാണ് ഇവിടെ വളരെ പ്രസിദ്ധം. അങ്ങനെ എല്ലാം വിചാരിച്ചതിലും ഭംഗിയായി ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോഴേ സർപ്രൈസും കൊണ്ട് വല്യമ്മ വന്നു. അമ്മയ്ക്ക് ഒരു പിറന്നാൾ സമ്മാനം വല്യമ്മയുടെ വക.